നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലെ ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാൻ നേരത്ത് എടുത്തു പറഞ്ഞ ആ വാക്യം, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അത് ഇസ്രായേലിൻ്റെ യാത്ര അറിയാവുന്നവർക്കറിയാം. അവർ യാത്ര ചെയ്ത് വന്ന സ്ഥലങ്ങളുടെ ഒരു പേരാണത്. അങ്ങനെ വന്നപ്പോൾ ദൈവം അവരോട് ഇടപെട്ടിട്ടും അവരത് അനുസരിക്കാതെ അവർ ദൈവത്തോട് റെബല്യസ് ആയിട്ട് നിന്നതാണ് അവരുടെ കനാൻ പ്രവേശനത്തിന് തടസ്സമായി തീർന്നത്. Today's Psalm exhortation we read from Psalm 95. There is a specific verse. Today, if you would hear his voice, do not harden your hearts as at Meribah, as in the day of Massa in the wilderness, so that they didn't enter into the rest. That is a warning towards each one of us. Do not be rebellious with the word of God. വാസ്തവത്തിൽ 95 സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ ഒരു തീം എന്നുള്ളത് ബാക്ക് ടു ഗോഡ്, മടങ്ങി വരണം എന്ന് വാണിങ് കൊടുക്കുന്ന സങ്കീർത്തനമാണ് 95 സങ്കീർത്തനം. ഞാൻ വളരെ സീരിയസ് ആയിട്ട് അതിനകത്തെ വാക്കുകളൊക്കെ വായിക്കുകയും ഗ്രഹിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. The theme of Psalm 95 is back to God. It's a great warning. നിങ്ങൾ അതിൻ്റെ ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എല്ലാ വാക്കുകളും നിങ്ങൾ മടങ്ങി വരണം, ദൈവത്തിലേക്ക് മടങ്ങി വരണം, ഹൃദയം കഠിനമാക്കരുത്, വചനമനുസരിക്കണം, കർത്താവിനെ സേവിക്കണം, അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന പദങ്ങൾ ആ സങ്കീർത്തനത്തിനകത്തുണ്ട്. We can see repeatedly a phrase was mentioned, back to God, come back, return. We can see throughout that chapter 95 of Psalm. ഞാനൊന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും പരിചയമുള്ളൊരു വേദഭാഗമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. I would like to share with you all one of the most familiar subjects in the Bible. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് അങ്ങ് തുടങ്ങാം. I would like to ask ഓൾഡ് ടെസ്റ്റമെന്റിലെ ഏറ്റവും ഫെമിലിയർ സ്റ്റോറി ഏതാ? ഓൾഡ് ടെസ്റ്റമെന്റിലെ ഏറ്റവും ഫെമിലിയർ സ്റ്റോറി ഫ്രം അവർ സൺഡേ സ്കൂൾ ക്ലാസ് ഓൺവേർഡ്സ്. What is the most familiar story from the Old Testament? Okay, David and Goliath. Back to 1 Samuel chapter 17. So I am going to deliver you from the story of David and Goliath. Let us turn our attention to the book of 1 Samuel chapter 17. 17ാമത്തെ അധ്യായം അതിന്റെ 26ാമത്തെ വാക്യം. 17ാമത്തെ അധ്യായം 26ാമത്തെ വാക്യം. Chapter 17 verse 26. അപ്പോൾ ദാവീദ് 26ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. 17ാം അധ്യായം 1 Samuel chapter 17 verse 26. അപ്പോൾ ദാവീദ് തൻ്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രയേലിൽ നിന്ന് നിന്നയെ നീക്കിക്കളയുന്നവൻ എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ നിന്ദിക്കുവാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആര് എന്ന് പറഞ്ഞു. Then David spoke to the men who were standing by him, saying, what will be done for the man who kills this Philistine and takes away the reproach from Israel? For who is this uncircumcised Philistine that he should taunt the armies of the living God? കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു സംഭവമാണിത്. അതുകൊണ്ട് ഞാൻ ഓർത്തു അതിൽ നിന്ന് ചില കാര്യങ്ങളൊന്ന് പറയാമെന്ന് വിചാരിച്ചു. When I was reading through the word of God last week, one of the thoughts came into my mind and then I was thinking to share from this portion. ഈ അധ്യായത്തിന് ഞാനൊരു ഹെഡിങ് കൊടുക്കുകയാണ്, ഹൗ ടു ഹാൻഡിൽ ബാറ്റിൽസ് ഇൻ ലൈഫ്. യുദ്ധങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പോരാട്ടങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. I would like to give a title for this sermon or for this chapter, how to handle the battles in our life. എനിക്കറിയാം നിങ്ങൾക്ക് ഈ സ്റ്റോറി മുഴുവൻ കാണാതറിയാം. അതുകൊണ്ട് അത് പരിചയമായതുകൊണ്ട് അശ്രദ്ധമായിട്ട് ഒട്ടും ഇരിക്കാൻ പാടില്ല. ചില കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ഒരുക്കി വന്നിട്ടുണ്ട്. കർത്താവിനെ വെച്ചാൽ പറയാം. I know that you are all very familiar with this story, but please give undivided attention. ഈ 18th സെഞ്ച്വറിയിൽ അമേരിക്കയിലെ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ഒരു ഭക്തന്റെ പേരാണ് ജോനാഥൻ എഡ്വേർഡ്. In the 18th century, God used a mighty man of God called Jonathan Edwards. അദ്ദേഹം ഒത്തിരി പ്രസംഗിച്ചു. പല കാര്യങ്ങൾ വളരെ ചെറുപ്പത്തിലെ ചെയ്തിട്ടും ആളുകൾ തൻ്റെ ശുശ്രൂഷയിൽ തന്നെ സഹായിക്കാൻ തയ്യാറായില്ല. He did many things
during his lifetime, but not many people listen to his services. തൻ്റെ സെർമൺ ഓഡിയൻസ് കേൾക്കുന്നുണ്ട്, പക്ഷേ ശുശ്രൂഷയിൽ തന്നെ ആരും എൻകറേജ് ചെയ്യാനായിട്ടില്ലായിരുന്നു. The sermons were listened by many, but there were none to encourage him in his services. ഞാൻ ഈ ജോനാഥൻ എഡ്വേർഡ് എന്നൊക്കെ പറയുന്ന പേരുകൾ നിങ്ങൾ ഓർക്കുമ്പം കഴിയുവാണെങ്കിൽ അവരുടെ ചെറിയ ചെറിയ ഷോർട്ട് ബയോഗ്രഫിയൊക്കെ മേടിച്ച് വായിച്ചാൽ ദൈവം അവരെ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് അറിയാനും കർത്താവിന് ഒത്തിരി മഹത്വം കൊടുക്കാനും കഴിയും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചില പേരുകളൊക്കെ പറയുന്നത്. If possible, since I am mentioning these missionaries' name, please try to buy this autobiography of these great men of God, especially Jonathan Edwards. ജോനാഥൻ എഡ്വേർഡ് 18 വയസ്സുള്ളപ്പോൾ അറ്റ് ദ ഏജ് ഓഫ് 18 ചില കാര്യങ്ങൾ എഴുതി വെച്ചു, ഒരു ഡയറിക്കകത്ത് ചില കാര്യങ്ങൾ എഴുതി വെച്ചു. At the age of 18, Jonathan Edward wrote down certain points in his diary. അതിനെ നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താലും കിട്ടും. ദ റെസൊല്യൂഷൻ ഓഫ് ജോനാഥൻ എഡ്വേർഡ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ദ റെസൊല്യൂഷൻ ഓഫ് ജോനാഥൻ എഡ്വേർഡ്. If you search in Google resolution of Jonathan Edward, you will get it. 70 റെസൊല്യൂഷൻസ് ആണ് അദ്ദേഹം എഴുതി വെച്ചത്. He wrote almost 70 resolutions. 70-നകത്ത് 2 എണ്ണം ഞാനൊന്ന് വായിച്ചിട്ട് ഇന്നത്തെ സെർമണിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. I would like to read 2 of the resolutions he wrote in his ഒന്നാമത്തെ റെസൊല്യൂഷൻ അദ്ദേഹം എഴുതിയത് റിസോൾവ്ഡ് ദാറ്റ് ഓൾ മെൻ ഷുഡ് ലീവ് ടു ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഞാൻ സകല മനുഷ്യരും കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിക്കണം എന്ന് താനൊരു നിശ്ചയ ഒരു രേഖ എഴുതി അങ്ങ് വെച്ചു. എല്ലാവരും അങ്ങനെ ജീവിക്കണം. First resolution was he wrote like this: all men should live to the glory of God. To the glory of God. പക്ഷേ ഇത് എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞു മിനിമം ഒരാഴ്ചയെങ്കിലും ഇതിനെപ്പറ്റി ഒരു ധ്യാനം നമ്മുടെ ഇടയിൽ വേണമെന്ന് തൻ്റെ സഭയിൽ പറഞ്ഞു. And he mentioned that we need at least 1 week of meditation regarding this. പക്ഷേ സംഭവിച്ചത് ആരും മൈൻഡ് ചെയ്തില്ല. ആ റെസൊല്യൂഷനൊക്കെ എഴുതിയെന്നല്ലാതെ ആരും അതിനെപ്പറ്റി വലിയ ഈ മെരീബയിലെ ആൾക്കാരെ പോലെ ദൈവവചനം കേട്ടിട്ട് അവർക്കൊന്നും എന്ത് ചെയ്തില്ല. ആ റെസൊല്യൂഷനെ അവരങ്ങ് കളഞ്ഞു. ജോനാഥൻ എഡ്വേർഡ് രണ്ടാമത്തെ എഴുതി. And he wrote that resolution, but no one noticed or gave any attention to that. രണ്ടാമത്തെ റെസൊല്യൂഷൻ കേൾക്കണം. റിസോൾവ് ദാറ്റ് വെദർ അതേഴ്സ് ഡു ദിസ് ഓർ നോട്ട് ഐ വിൽ. Amen. Hallelujah. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? മറ്റുള്ളവർ അങ്ങനെ ജീവിക്കുവോ ഇല്ലയോ എന്നുള്ളത് അത് പോട്ടെ, ആര് ജീവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിക്കും. The second resolution he wrote was whether others do or not, but I will live for the glory of God. ഞാൻ എന്തിനാണ് ഈ സെർമൺ പറയുന്നതിന് മുമ്പ് അത് വായിച്ചെന്ന് ചോദിച്ചാൽ, why did I mention the resolutions of Jonathan Edward before this sermon? പലപ്പോഴും ദൈവത്തെ അനുസരിക്കാൻ തീരുമാനിക്കുമ്പോൾ ആരെയും കൂടെ കാണുകയില്ല. ആരുമില്ലെങ്കിലും ദാവീദ് മുന്നിലേക്ക് ഓടിയതുപോലെ നമുക്ക് തീരുമാനിക്കണം, ആരുമില്ലെങ്കിലും അവൻ്റെ നാമമഹത്വത്തിനായിട്ട് ഞാൻ ജീവിക്കും എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ റെസൊല്യൂഷൻസ് വായിച്ചത്. The resolution I read because if there is no one to follow you, or if there is no one to follow, but still you need to take a resolution that still I will follow. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മുന്നിൽ നിൽക്കേണ്ട ശൗലന്മാരൊക്കെ അവരുടെ ഉത്തരവാദിത്തം മറന്ന് പിന്നിലേക്ക് പോകുമ്പോൾ ആരാലും അറിയപ്പെടാത്ത ദൈവത്തെ പ്രൈവറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചിലരെ ഇന്ന് പകലും തൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ദൈവം അന്വേഷിക്കുകയാണ്. There were many known and famous souls are there, but still, since they are not understanding their calling, they were going back. So still God is using many people who are unknown, but God is using them mightily. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചിലരെ പറ്റി ചിന്തിക്കാറുണ്ട്, കർത്താവേ അവർ ആത്മീയ കാര്യത്തിന് മുന്നിൽ നിൽക്കും, അവർ ആത്മീയ പോരാട്ടത്തിൽ ഞങ്ങളോട് ഒരുമിച്ചുണ്ട്, ഞങ്ങളുടെ ലോക്കൽ സഭയുടെ കാര്യത്തിൽ അവരൊന്നാമതുണ്ടാകും. അവരൊക്കെ മാറി നിന്നാലും ദൈവത്തെ പ്രൈവറ്റിൽ പേഴ്സണൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നവരോട് ഞാൻ പറയാം, അവരെയാണ് തമ്പുരാൻ ചില കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ജോനാഥൻ എഡ്വേർഡ് പറഞ്ഞ പോലെ ആര് ജീവിച്ചില്ലെങ്കിലും ഞാൻ അവൻ്റെ മഹത്വത്തിനായിട്ട് ജീവിക്കും.
Many times we may think that those who are in the forefront, they may not obey or they may not come to the front. Still, those who are experiencing Jesus in their private life, those who need to take a decision that though none go with me, still I will follow. ഞാൻ ഈ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ശൗല് തൻ്റെ ഡ്രസ്സ് ദാവീദിനോട് ഇടാനായിട്ട് പറയുന്നുണ്ട്. Before explaining this story, I would like to say Saul was encouraging David to put on his armor. പക്ഷേ ദാവീദ് പറയാ നോ ഇതൊന്നും എനിക്ക് പറ്റിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഊരി വെക്കുകയാണ്. But David was neglecting it. He was saying that it is not accustomed to. I am not used with those armors. കാര്യം എന്നാണെന്നറിയാമോ? ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ പറയാം. ആത്മാവിന്റെ യുദ്ധം ചെയ്യാൻ ജഡത്തിന്റെ പടച്ചട്ട ആവശ്യമില്ല. അതാണ് അതിന്റെ കാര്യം. കാരണം ഒരുവന് ആത്മീയ പോരാട്ടത്തിലെ യുദ്ധത്തിന്റെ നേച്ചർ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ലോകത്തിന്റെ സ്ട്രാറ്റജി വേണ്ട. തമ്പുരാനാണ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണെങ്കിൽ വിജയവും യഹോവയ്ക്കുള്ളതാണ്. Amen. Hallelujah. For the spiritual warfare, there is no need of worldly strategies because the battle belongs to the Lord. Amen. Hallelujah. നമ്മൾ എപ്പോഴും പറയുന്നത്, എപ്പോഴും വായിക്കുന്ന വാക്യമാണ് യുദ്ധം. യഹോവയ്ക്കുള്ള. ഞാൻ അതിനോട് ചേർത്ത് എൻ്റെ നോട്ടിൽ എഴുതിയ കാര്യമാണ് യുദ്ധം യഹോവയ്ക്കുള്ളതാണെങ്കിൽ വിജയവും യഹോവയ്ക്കുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ലോക്കൽ സഭ ആ പോരാട്ടത്തിൻ്റെ നേച്ചർ മനസ്സിലാക്കി ലോകത്തിൻ്റെ സ്ട്രാറ്റജി ഉപയോഗിക്കാതെ ജീവനുള്ള ദൈവത്തിൻ്റെ സേനയാണ് നമ്മൾ എന്ന് പറഞ്ഞ് ജോനാഥാൻ എഡ്വേർഡ് പറഞ്ഞ പോലെ ഇർസോൾഡ് സെക്കൻഡ് വെദർ others leave or not, I will live for the glory of God. Amen. The story reminds us that this battle, no matter what you are facing in your life, always think that do not plan any worldly strategy to find the battle, because all these battles belong to the God, and also victory also always belong to the Lord. സ്തോത്രം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. Hallelujah. Praise the Lord. Hallelujah. നമുക്ക് അല്പശാന്തമായിട്ടാണേലും കുറച്ച് കാര്യങ്ങളുണ്ടെന്നാ എൻ്റെ ഒരു ബോധ്യം. ഞാനങ്ങ് പറയാനായിട്ട് നോക്കാം. സ്തോത്രം. Hallelujah. Hallelujah. ഈ വേദഭാഗത്തിനകത്ത് 3 പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കണം. 3 പെർസ്പെക്റ്റീവിൽ We can see throughout this passage, we can see 3 perspectives. ഒന്ന്, ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ് എന്താണ്? First one is what is our perspective towards God. 2, നമ്മുടെ എതിരാളിയായ ശത്രുവിനെ പറ്റിയുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ് എന്താണ്? The second one is what is our perspective towards our enemies. മൂന്നാമത്തേത് നമ്മളെ പറ്റിയുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ് എന്താണ്? And the third one is what is the perspective towards ourselves. ഈ 3 കാര്യം ദൈവസഭയിലെ അംഗങ്ങൾ മനസ്സിലാക്കിയാൽ ആത്മീയ പോരാട്ടത്തിൽ ജയം ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ തന്ത്രങ്ങളിൽ നിന്നൊക്കെ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് കഴിയും. If we truly understand these perspectives, then we are able to win all the battlefields in our life. ഒന്നാമത്തെ കാര്യം, ശത്രുവിനെ പറ്റിയുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ് എന്തായിരിക്കണം എന്ന് ഞാനൊന്ന് പറയാം. First thing is I wanted to mention that what is our perspective towards our enemy. ഞാൻ പറയുന്ന സെന്റൻസിൽ ആരും പ്രയാസമൊന്നും ഉണ്ടാകരുത്. അവർ എനിമി ഈസ് വെരി സ്ട്രോങ് ആൻഡ് ഇൻറ്റിമിഡേറ്റിംഗ്. Our enemy is very strong and intimidating. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും ബലൂൺ തല്ലി പൊട്ടിച്ചാലൊന്നും പിശാച് എന്ത് ചെയ്യല. Our enemy നിങ്ങൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടില്ലേ ഉപദേശി ഇടയ്ക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ കഥയൊക്കെ പ്രസംഗിക്കണം? നിങ്ങളല്ലേ എന്നോട് പറഞ്ഞേ? സ്തോത്രം. അവർ എനിമി ഈസ് വെരി സ്ട്രോങ്. ഞാനിത് പറയുന്നതേ നമ്മളെ പേടിപ്പിക്കാനല്ല, നമുക്കൊരു എതിരാളി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. Amen. I'm not making you afraid, but we all need to realize that we all have an enemy. നമ്മുടെ ചിന്താഗതിയോ പിശാചിനെ എനിക്ക് കൈകാര്യം ചെയ്യാനുള്ളതേ ഉള്ളൂ. നോ, അങ്ങനെ പറയരുത്. എത്രയോ വ്യക്തികളിൽ പിശാച് ജയിച്ചിരിക്കുന്നു, ഇല്ലേ? എത്രയോ സഭകളെ സ്പ്ലിറ്റ് ആക്കുന്നതിൽ പിശാച് ജയിച്ചിരിക്കുന്നു. എത്രയോ കുടുംബങ്ങളെ കലക്കുന്നതിൽ അവൻ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ എനിമി ആരാണെന്നുള്ള കാര്യം വെരി ക്ലിയറായി സഭ മനസ്സിലാക്കണം.
Our enemy actually working so hard, and he was working, and it is very strong and intimidating because enemies are destroying several churches, destroying certain families. So we need to understand very clearly who is our enemy. പിശാച് സ്ട്രോങ് ആണെന്ന് പറയാൻ കാര്യം അവനെ പറ്റി വലിയ കാര്യം പറയാനല്ല, എനിമിയുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ യുദ്ധത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ പരാജയം സംഭവിക്കാം. I am saying about our enemy's strength not to mention he is stronger, but in order to understand how we need to tackle the strong enemy. That is what I am saying, that our enemy is strong and very intimidating. സദൃശവാക്യത്തിൽ ഒരു വാക്യമില്ലേ, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. In Proverbs there is a verse, do not lean on your own understanding, but commit your ways to the Lord. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഗോലിയാത്ത് പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു മനുഷ്യനും എന്ത് ചെയ്യണമെന്നറിയാത്ത നിലയിലുള്ള വലിയ ഹിമാലയം പോലെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ഓർക്കേണ്ടത്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, യഹോവയിൽ തന്നെ ആശ്രയിക്കുക. Therefore, whenever there are certain huge problems or issues like Goliath came into our life, always remember, do not lean on your own understandings, but commit your ways to the Lord and trust in Him. ഇവിടെ ദാവീദ് വരുന്നതിന് മുമ്പ് ഈ യുദ്ധം നയിച്ചത് ശൗലും കൂട്ടരുമാണ്, അല്ലേ? ശൗലും കൂട്ടരും. Before David came into picture, this battle was leading by Saul and his armies. നിങ്ങൾ ഈ 17-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെ വായിച്ചാൽ ഗോലിയാത്തിനെ പറ്റിയുള്ള വിവരണമാണ്. ഏത് മനുഷ്യനും കേട്ടാൽ പേടിച്ചു പോകും, അത്ര വലിയൊരു ജയന്റാണ് അദ്ദേഹം. We can see in this chapter 1 Samuel 17 verses 4 through 7, we can see a description about this huge giant man Goliath. നിങ്ങൾ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിനകത്തൊരു പ്രയോഗം കണ്ടോ? ഗോലിയാത്ത് മുന്നോട്ട് വന്ന് വെല്ലുവിളിക്കുകയാണ്, ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശൗലിന്റെ ചേവകരുമല്ലോ എന്ന് പറഞ്ഞാണ് വെല്ലുവിളിക്കുന്നത്. He was actually shouting to the ranks of Israel and was saying like this, am I not the Philistine and you servants of Saul? അങ്ങനെ വാസ്തവത്തിൽ അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വാസ്തവത്തിൽ ഇവർ ശൗലിന്റെ ചേവകരാണോ ദൈവത്തിൻ്റെ സേനയാണോ? മനസ്സിലാകുന്നോ? ശൗലിന്റെ ചേവകരെന്ന് ഗോലിയാത്ത് വിളിച്ചപ്പോൾ അങ്ങനെ അല്ല, ഞങ്ങൾ ദൈവത്തിന്റെ പ്രഭുവാണെന്ന് പറയാൻ ദാവീദ് വേണ്ടി വന്നു. ശരിയാണോ? Here Goliath was mentioning that you are servants of Saul, but among the Israelite army only one David was able to say, we are not servant of a Saul, but we are the servant of the living God. പ്രിയപ്പെട്ടവരെ, സാത്താൻ നമ്മളെ പലപ്പോഴും തകർക്കാനായിട്ട് നോക്കുന്നത് ഈ നിലയിലുള്ള ഡിസ്കറേജ്മെന്റ് കൊണ്ടുവരികയും നിങ്ങൾ ദൈവത്തിൻ്റെ പ്രഭുവാണെങ്കിലും അത് പറയാതെ ശൗലിൻ്റെ ചേവകരെന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്വേർഡ് ആകുകയാണ്. എന്നാൽ ദാവീദിനെ പോലെ പറയാനായിട്ട് പഠിക്കണം, അല്ല, ശൗലിൻ്റെ ചേവകരല്ല ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രഭുവാണ് എന്ന് പറയുന്നിടത്തോളം കാലം വിജയം നമ്മുടെ അടുത്ത് വരികയില്ല. Whenever we are facing this type of intimidation or this type of scorning, we need to face not by stating that we are the servants of any human beings, but we need to proclaim that we are the children of the living God. അതുകൊണ്ട് യുദ്ധത്തിൽ ജയിക്കാൻ ശത്രുവിനെ മനസ്സിലാക്കണം. First, in order to win a battle, we need to understand the perspective or the strategy of our enemy. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ മരണം വരെ നമ്മൾ പോരാട്ടത്തിലാണ്. മരണം വരെ പോരാട്ടത്തിലാണ്. In a Christian life, we are battling till the end of our life. എന്ന് പറഞ്ഞാലേ, ഏതെല്ലാ നിലയിൽ നമ്മുടെ ആത്മീയതയെ തകർക്കാൻ പിശാച് ഏത് വഴി വേണേലും നോക്കും. ചിലപ്പോൾ കർത്താവിനറിയാം, പിശാചിനറിയാം ഇവിടെ തൊട്ടാൽ ഇവന്റെ പ്രാർത്ഥന എന്ത് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഇടയിലെല്ലാം ഈ പിശാചിന് പിടിക്കാൻ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് നമ്മുടെ പോക്കറ്റിൽ എപ്പോഴും കാണും. ശരിയാണെന്നോ ഞാൻ പറഞ്ഞ കാര്യം? നമ്മുടെ കർത്താവിനെ പറ്റി എന്നെ വായിക്കുന്ന അറിയാമോ? മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്നാന്നറിയാമോ? പിടിക്കാൻ ഒന്നും
ഗോട്ട് ദ മീനിങ്? Hallelujah. എന്നാൽ അവൻ്റെ പല പ്രോഡക്റ്റും നമ്മുടെ അകത്തുള്ളിടത്തോളം കാലം അവന് നമ്മളെ പിടിക്കാനായിട്ടുള്ള സകല ചരക്കും നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ പോരാട്ടത്തെ ജയിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആത്മീയരാകണം, ഇല്ലെങ്കിൽ ജയിക്കില്ല. If we need to win a battle from Satan and his armies, we need to get rid of all the stuffs which belong to Satan. Otherwise, he will have a claim on us and he will join us to win the battle. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാത്താനെ ജയിക്കാൻ അവൻ്റെ തന്ത്രത്തെ നാം അറിയണം. So, in order to win a battle or to defeat Satan, we need to understand the strategies of Satan. തനിക്ക് അല്പകാലമേ ഉള്ളതുകൊണ്ട് എന്ത് വില കൊടുത്തും ദൈവസഭകളെ തകർക്കാൻ, കുടുംബങ്ങളെ ഭിന്നിപ്പിക്കാൻ തന്നാലാവതെല്ലാം നോക്കി നടക്കുന്ന ഒരു ശത്രു നമുക്കുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. We never forget that we have an enemy who is very alert and who is prowling around us to devour us and to destroy us. So be on the alert. ഈ സംഭവത്തിനകത്തെ ഏറ്റവും ദുഃഖകരമായ കാര്യം എന്നാണെന്നറിയാമോ? Do you know what is the saddest part of this story? 26-ാമത്തെ വാക്യത്തിനകത്താണ് ദാവീദിന്റെ രംഗപ്രവേശനം. We can see David was arriving into this stage on verse 26. 25-ാമത്തെ വാക്യം വരെ ഈ കഥയ്ക്കകത്ത് ദൈവം എന്നൊരു വാക്ക് പോലുമില്ല. Until verse 25, there is not a single word mentioned as God. അതായത് ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും 40 ദിവസം വന്ന് ശത്രു വെല്ലുവിളിച്ചിട്ടും ദൈവമേ എന്ന് വിളിക്കാൻ ഒരുത്തം പോലും ആ സേനയിലില്ലായിരുന്നു. Until 40 days, Philistine and his army was shouting against them and was battling against them, but there was no one to mention the word God. നമ്മളും അങ്ങനെ തന്നെയാ. എന്ത് പ്രയാസം ഉണ്ടായാലും ലോകത്തിന്റെ സ്ട്രാറ്റജി നമ്മൾ ആദ്യം നോക്കും, നമ്മൾ ഓടും, നമ്മൾ ഒളിക്കും. പിന്നെ ഒരു നിർവാഹം ഇല്ലാതെ വരുമ്പോഴാണ് ദൈവമേ എന്ന് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങൾ കണ്ടോ, 26-ാമത്തെ വാക്യത്തിൽ ദാവീദ് ആദ്യം വരുമ്പോൾ തന്നെ ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞാണ് വരുന്നത്. We are also in the same way like the Israelites were doing. We tend to forget whenever we face struggles or difficulties, we tend to plan our own worldly strategies. But and then finally only we go and plead with God. Similarly, here also until verse 25, there was not even a mention of the word of God. But in verse 26, a man of God, David, was coming to the stage and he was saying, who is this man who is taunting the armies of the living God? നമുക്ക് പരിചയമുള്ളൊരു വാക്യമുണ്ട്, സങ്കീർത്തനം 37:5. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. We are very familiar with this verse. Delight yourself in the Lord, commit your way to the Lord, trust also in him and he will do this. ഒന്നാമത്തേത് പിശാചിനെ പറ്റിയുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ് എന്താണ്? 2, ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ് എന്താണ്? First to us, what is our perspective towards an enemy? And the second one is, what is our perspective towards God? ദാവീദിന്റെ 3 പെർസ്പെക്റ്റീവ് ദൈവത്തെ പറ്റിയുണ്ട് ഈ അധ്യായത്തിനകത്ത്. 3 പെർസ്പെക്റ്റീവ്. David has 3 perspectives clearly mentioned in this chapter towards God. നിങ്ങൾ 26-ാമത്തെ വാക്യം വായിച്ച 2 കാര്യം അതിനകത്തുണ്ട്. In verse 26, we can see 2 perspectives from David. ദാവീദ് ഇസ്രായേലിനെ വിളിക്കുന്ന പേര് കണ്ടോ? ജീവനുള്ള ദൈവത്തിന്റെ സേനയെ നിന്ദിക്കുവാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആര് എന്ന് പറഞ്ഞു. He was mentioning very clearly, for who is this uncircumcised Philistine that he should taunt the armies of the living God? ഒന്നാമത്തെ ദൈവത്തെ പറ്റിയുള്ള തന്റെ പെർസ്പെക്റ്റീവ് എന്നാണെന്നറിയാമോ? He is a God who cannot be despised. Amen. ലോകത്തിൽ ഒരാളും നമ്മുടെ ദൈവത്തെ നിന്ദിക്കാൻ ഇടവരരുത് എന്ന ഒരു കാഴ്ചപ്പാട് ദാവീദിനുണ്ടായിരുന്നു. He has a perspective regarding God that no one should despise our living God. പ്രിയപ്പെട്ടവരെ, അങ്ങനാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം കാണുമ്പം ലോകത്തിൽ ഒരാൾക്ക് പോലും നമ്മുടെ ദൈവത്തെ നിന്ദിക്കാനിട വരുത്തരുത്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, എൻ്റെ
ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നായിരിക്കണമെന്നറിയാമോ? എൻ്റെ കർത്താവിൻ്റെ നാമം ലോകത്തിൽ ഒരു കാരണവശാലും നിന്ദിക്കപ്പെടാൻ അനുവദിക്കരുത്. Hallelujah. Through our life, we all need to have an objective. Through our life, our God's name should not be defiled, but hallowed be thy name. രണ്ടാമത്തെ കാര്യം കണ്ടോ? ജീവനുള്ള ദൈവത്തിൻ്റെ സേന എന്നാ വിളിക്കുന്നേ. രണ്ടാമത്തെ തൻ്റെ പെർസ്പെക്റ്റീവ്, ഹീ ഈസ് എ ലിവിങ് ഗോഡ്. Second perspective towards God from David is he is mentioning that he is a living God. മൂന്നാമത്തേത് 46-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇസ്രയേലിലൊരു ദൈവം ഉണ്ടെന്ന് എല്ലാവരും അറിയും, അവർ ഗോഡ് ഈസ് എ റിയൽ ഗോഡ്. ഈ 3 പെർസ്പെക്റ്റീവായിരുന്നു ദാവീദിന് ദൈവത്തെ പറ്റി. Third one is we can see in 46 verse 46, there is a real God in Israel. നമുക്ക് ദൈവത്തെ പറ്റി ഇങ്ങനത്തെ കാഴ്ചപ്പാടുണ്ടോ? Do we have this perspective How regarding to God? handle battles in our life? Amen. Hallelujah. ഒന്നാമത്തെ കാര്യം, ഉറപ്പുണ്ടായിരിക്കണം അവൻ്റെ നാമം എങ്ങും ദുഷിക്കപ്പെടരുത്. Hallelujah. രണ്ടാമത്തേത്, ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ളവനാണ്. മൂന്നാമത്തേത്, ഹീ ഈസ് റിയൽ എന്ന് നമ്മുടെ അകത്ത് നമ്മുടെ കർത്താവിനെ പറ്റി ഈ ബോധ്യം ഉണ്ടായേ പറ്റൂ. Amen. What perspective we need to have whenever we face a battle? What needs to have towards God? First one is our God's name should not be despised through our life. The second point is our God is a living God. And the third one is our God is a real God. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് ശരിയായാൽ നമ്മുടെ ജീവിതം ശരിയാവും. Amen. Hallelujah. If the perspective towards God is clear, our life will be clear. ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് ശരിയല്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമായിരിക്കും. If our perspective towards God is a failure, then our life also will be a failure. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ലാസ്റ്റ് പാടിയ പാട്ട്, ബ്ലെസ്സഡ് അഷ്വറൻസ് ജീസസ് ഈസ് മൈൻ. Last song today we sang, Blessed Assurance, Jesus is mine. ഞാൻ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ആരെഴുതിയ പാട്ടാണെന്നറിയോ? Do you know who wrote that song? ഫാനി ക്രോസ്ബി എഴുതിയ പാട്ടാണ്. Fanny Crosby penned that lyrics. ആ സഹോദരി ബ്ലൈൻഡ് ആയിരുന്നു. That daughter was blind. 5-ാമത്തെ വയസ്സിൽ ഒരു ട്രീറ്റ്മെന്റ് ഡോക്ടർ നടത്തി ബ്ലൈൻഡ് ആയതാണ്. ബൈ ബർത്ത് ബ്ലൈൻഡ് അല്ലായിരുന്നു. By birth, Fanny Crosby was not blind, but at the age of 6, doctor was doing a procedure and she became blind. പ്രിയപ്പെട്ടവരെ, ഫാനി ക്രോസ്ബിക്ക് വേണമെങ്കിൽ ഒരു ആയുസ് മുഴുവൻ ഞാൻ ബ്ലൈൻഡ് ആണ് എന്ന് പറഞ്ഞ് ദൈവത്തെ കുറ്റം പറഞ്ഞ് ജീവിക്കാമായിരുന്നു. റൈറ്റ്? Fanny Crosby could have lived the whole of her rest of her life by blaming God that I am a blind person, what else can I do? പക്ഷെ അവൾ അങ്ങനെ ചെയ്തില്ല. 100 കണക്കിന് പാട്ട് ക്രിസ്ത്യാനിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇന്ന് നമ്മൾ പാടിയ പാട്ടിനകത്ത് ഒരു ലൈൻ കണ്ടോ? കണ്ണ് കാണത്തില്ലെങ്കിലും ആ സഹോദരി പാടുക, വാച്ചിങ് and waiting, looking above. Amen. Though she was blinding, she penned that lyrics like this, watching and waiting for you. ജീവിതത്തിൽ ട്രാജഡി നേരിട്ടപ്പം ദൈവത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടില്ലായിരുന്നെങ്കിൽ തകർന്നു പോയേനെ. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പം, ശത്രു ഒന്നൊന്നായി നമുക്കെതിരെ പോരാടുമ്പോൾ, എല്ലായിടത്തു നിന്നും പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവത്തെ പറ്റി മനസ്സിലാക്കണം. അവന്റെ നാമം നിന്ദിക്കപ്പെട്ടുകൂടാ. അവൻ ജീവനുള്ളവനാണ്, അവൻ റിയലാണ്, അതെന്റെ ബലമാണ്. Amen. Whenever we face difficulties and problems in our life, never forget these. Our God, his name should not be despised. Our God is a real God and our God is a living God. Praise the Lord. Hallelujah. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, ജീവിതത്തിന്റെ എല്ലാ ക്രൈസിസിന്റെ നടുവിലും bring God down in all our situation. Amen. Whenever we face any situations, any trials or problems in our life, bring our God to that situation. 26-ാമത്തെ വാക്യം, ദാവീദ് രംഗപ്രവേശനം ചെയ്യുമ്പോഴേ ആ അതികഠിനമായ ക്രൈസിസിന്റെ നടുവിൽ ആ ഭക്തൻ ചെയ്യുന്നതെന്നറിയാമോ? He bring God first. Amen. We can see in that big battle, here we can see David was bringing our God into picture. Amen. Hallelujah. അതുകൊണ്ട് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്ന അടുത്ത ലെസൺ എന്നാണെന്നറിയാമോ? ഏത് വേദനയുടെ നടുവിലും ഇത്ര വലിയ ജയണ്ടായിട്ട് നമ്മുടെ മുന്നിൽ ഒരുവൻ നിൽക്കുമ്പോഴും
എല്ലാവരും മുന്നിൽ നിൽക്കേണ്ടവർ പുറകോട്ട് മാറി നിൽക്കുമ്പോഴും ഒരാത്മീയൻ ആദ്യം ചെയ്യേണ്ടത് ബ്രിങ് ഗോഡ് ഡൗൺ. Amen. Whenever you face trials or difficulties, bring our God down. Stotra. ഇവിടെ Hallelujah. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യം പറയാം. രോഗത്തിന്റെ നടുവിലും ദുഃഖത്തിന്റെ നടുവിലും മറുപടിയില്ലാത്ത ചോദ്യങ്ങളുടെ നടുവിലും ഒരു പ്രതീക്ഷയും കാണാത്ത ഹിമാലയം പോലെ പ്രതിസന്ധിയുടെ നടുവിലും ബ്രിങ് ഗോഡ് ഡൗൺ ഇൻ ഓൾ സിറ്റുവേഷൻ. Amen. Always remember, whatever you are facing in your life, though it is so hard or difficult problems, bring our God down to your situation. സർമൻ ഓൺ ദ മൗണ്ടിനകത്ത് ശക്തമായൊരു വാക്യമുണ്ട്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? അകത്ത് വിശുദ്ധിയോടെ ജീവിക്കുന്നവൻ, ദൈവസന്നിധിയിൽ ഓരോ ദിവസവും വിശുദ്ധീകരണത്തിൽ മുന്നോട്ട് പോകുന്നവൻ, അവന്റെ പേരാണ് ഹൃദയശുദ്ധിയുള്ളവൻ. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. In the Sermon on the Mount, there is a very strong verse. Blessed are the pure in heart, for they will see God. During the situations of trials and difficulties, those who are trusting in God, they can see God through the difficulty. സ്തോത്രം. Hallelujah. എനിക്ക് വളരെയധികം കാര്യം പറയാനായിട്ട് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ വേണമെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഒരു വഴക്കുണ്ടാകാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? We can see here a trouble was almost coming up into this picture. There is a problem might have arose. ഈ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നാണെന്നറിയോ? The biggest strategy of our enemy, do you know what is that? എത്ര പെർസിക്യൂഷൻ വന്നാലും സഭ ഒരിടത്ത് നിന്ന് പോയിട്ടില്ലുണ്ടോ? Whatever the persecution arose, church didn't stop during the persecution time. ഒരുപക്ഷെ ഇവിടെ ആരാധിക്കാൻ പറ്റത്തില്ല, നമ്മൾ രണ്ടാം നിലയിൽ പോയി ആരാധിക്കും. ഇനി അവിടെ പറ്റിയാൽ നമ്മൾ വീട്ടിൽ പോയി ആരാധിക്കും. ശരിയാണോ? If we are unable to worship over here, we may find another solution to worship. പക്ഷെ അവൻ വിജയിക്കുന്ന എവിടാന്നറിയാമോ? ബാറ്റിൽ വിതിൻ ദ ബാറ്റിൽ. Amen. Satan always win with this strategy. He always put a battle within a battle. വിതിൻ ദ ബാറ്റിൽ. Within the battle. 28ാമത്തെ വാക്യം നോക്കിയേ. ഇവര് തമ്മിൽ അടിക്കാനായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. We can see there is another small battle is arising there in verse 28. ദാവീദ് വന്ന് ചോദിക്കുക, ഈ ഫെലിസ്തീനെ കൊല്ലുന്നവൻ എന്നാ കിട്ടുമെന്ന് ചോദിച്ചു. David was asking, what will we get if we kill that Philistine? എൻ്റെ ഒരു അറിവിൽ 20 വയസ്സേ ഉള്ളൂ ദാവീദിന് കേട്ടോ. 20 years. I was assuming that at that time David was approximately 20 അന്നേരം years. ആൾക്കാർ പറഞ്ഞു, രാജാവിന്റെ മോളെ കിട്ടും, ടാക്സ് കൊടുക്കണ്ട, പണം ഉണ്ടാക്കാം. And people replied that those who kill, they will get the king's daughter, and also you do not have to pay the taxes. പക്ഷെ ഇത് വായിക്കുമ്പോൾ അറിയാം, രാജാവിന്റെ മോളെ കിട്ടാനോ ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒന്നും അല്ല ദാവീദ് ഇത് ചെയ്തതെന്നുള്ള കാര്യം താഴോട്ട് വായിക്കുമ്പോൾ അറിയാം. When we read the rest, we can see David killed this giant not to become rich or not to get his king's daughter. ദാവീദ് പലരോട് ചോദിച്ചു, എന്നാണ് സംഭവം? ഇത് ഈ യുദ്ധം ജയിച്ചാൽ മുന്നിൽ നിൽക്കുന്നവൻ എന്നാ കിട്ടും? ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് 28ാമത്തെ വാക്യം. അവൻ അവരോട് സംസാരിക്കുന്നത് അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാവ് കേട്ടു. ദാവീദിനോട് കോപിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുകൾ നീ ആരുടെ പക്കൽ ഏൽപ്പിച്ചിട്ട് പോന്നു? നിന്റെ അഹങ്കാരവും നികളഭാവവും എനിക്കറിയാം, പട കാണുവാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. We can see here when David was inquiring, what will we get if we kill that Goliath? At that time, the oldest brother Eliab heard. David was speaking to the men, and Eliab became angry and was burning against David and was asking like this, why have you come down? And with whom have you left those few sheep in the wilderness? I know your insolence and the wickedness of your heart, for you have come down in order to see the battle. പ്രിയപ്പെട്ടവരെ, അടുത്ത സെന്റൻസ് ശ്രദ്ധിച്ച് കേട്ടോണം. കർത്താവിന് വേണ്ടി മുന്നിൽ നിൽക്കാൻ തയ്യാറാകുന്നവർ. Those who would like to stand at the forefront in the ministry, they need to listen carefully. The next verse, what was replied by David. നാം ദൈവത്തെ കാണുകയും യുദ്ധരംഗത്തിലേക്ക് വരികയും ചെയ്താൽ എതിർപ്പുകൾ ഉണ്ടായിരിക്കും. When we see God and when we go to forefront, we always need to face certain battles. മാസത്തിൽ ഇവിടെ ഏലിയാവ്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്റെ അഹങ്കാരമൊക്കെ അറിയാമെന്ന് പറയുവാണെങ്കിൽ അവർ തമ്മിൽ ഒരു ക്ലാഷിനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ട്. റൈറ്റ്?
At that time, the older brother was asking and scolding him. David could have fight back with his brother. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്നാണെന്നറിയാവോ? വല്ലതും പറയണോ ഞാൻ? Hallelujah. Praise you, Jesus. ഇസ്രയേല് Hallelujah. കനാനിലേക്ക് പോയല്ലോ. അവിടെ 7 അമോന്യർ, ഹിത്യർ, ഹെവിയർ 7 ഗ്രൂപ്പ് ആളുകളുണ്ടായിരുന്നു കനാനിൽ. When Israelites went to the Canaan, they have to face 7 tribes, 7 enemies. എന്തിനാ 7 എനിമീസിനെ അവിടെ നിർത്തിയേ? Do you know why those 7 enemies stood up there? ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാതിരിക്കാൻ വേണ്ടിയാ. മനസ്സിലാവുന്നോ? 7 enemies were placed by God because not to battle within the Israelites. Don't create battle within the battle. Amen. Never try to create a battle within the battle. സഹോദരന്മാര് തമ്മിൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ പുറത്തെ യുദ്ധവും തോക്കും, അകത്തെ ദൈവരാജ്യവും പരാജയപ്പെടും. മനസ്സിലാവുന്നോ? Whenever there is a battle, do not make another battle within the brothers. Then we will fail not only in that external battle and also in this internal battle. ഇതാ ഞാൻ ആരംഭത്തിൽ പറഞ്ഞേ, അവർ enemy is very strong and intimidating. That is the reason I mentioned very clearly, our enemy is very strong and intimidating. എത്ര ലോക്കൽ സഭയെ അവൻ ആ നിലയിൽ തകർത്തിട്ടുണ്ടെന്ന് അറിയാവോ? How many local churches were destroyed by this battle within the ഇന്ന് battle? പകൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, we have to reject all the discouragement words from inside. I would like to encourage you all. We have to disregard all the disencouraging words from the co-brothers. 29ാമത്തെ വാക്യം ദാവീദിന്റെ ഉത്തരം കേട്ട് എത്ര മനോഹരമായിരുന്നെന്ന്. അതിന് ദാവീദ്, ഞാനിപ്പോൾ എന്ത് ചെയ്തു? ഒരു വാക്കല്ലേ. സാദൃശ്യവാക്യത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്, മൃദുവായ ഉത്തരം എന്ന് പറഞ്ഞാൽ ചൂടായി വരുമ്പോൾ എൻ്റെ പൊന്നു ബ്രദറെ ഞാനൊരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് ചോദിച്ചാൽ തീർന്നു. Amen. Here we can see David was not being angry when the older brother was angrying him. He was just replying with a very smooth word. A question. താഴോട്ട് വളരെ വളരെ കാര്യം ഞാൻ തയ്യാറാക്കി വെച്ചേക്കാണ്. ഒരു അടുത്ത ലെസൺ. ഈ ദാവീദിന് ദൈവത്തെ പ്രൈവറ്റ് ലൈഫിൽ അറിയാം അല്ലേ? David experienced God in his private life. പ്രൈവറ്റ് ലൈഫിൽ ദൈവത്തെ അറിയാവുന്നവന് പബ്ലിക് ലൈഫിലും ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. Those who realized or know God in his or her private life, he can experience God in the public life as well. Those who experience God in their private life, they can rely on God in public situation. Amen. Hallelujah. അതുകൊണ്ട് ഈ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ പേടിക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? ദൈവത്തെ പേഴ്സണൽ ലൈഫിൽ അറിയത്തില്ലാത്തവനാണ് ഗോലിയാത്തിനെ കാണുമ്പോൾ പേടി വരുന്നത്. എന്നാൽ അകത്ത് വന്നപ്പോൾ സിംഹത്തെ കീറിയവന്, അകത്ത് വന്നപ്പോൾ കരടിയെ കീറിയവന് ഗോലിയാത്ത് പ്രശ്നമല്ല. കാര്യം എന്നാണെന്നറിയാമോ? Those who experience God in their private life, he will rely on God in public situation. Amen. Those who experienced God in their private life, they can rely on God's strength in their public life. Because here, David had experienced tearing down lion and bear. So he is ready to battle against this giant Goliath. ഞാൻ എന്നോട് ചേർത്ത് പറയാം, വലിയ കാര്യം പുൾപിറ്റി വന്ന് പ്രസംഗിക്കുന്നതല്ല. എൻ്റെ പേഴ്സണൽ ലൈഫിൽ എൻ്റെ കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ്, ആ പാപ സ്വഭാവത്തിന്മേലുള്ള എൻ്റെ ജയം എങ്ങനെയാണ് എന്ന് മാത്രമല്ല, കരടി പോലെ ആഞ്ഞടിക്കുന്ന, അതുപോലെ സിംഹം പോലെ കീറി നശിപ്പിക്കാൻ വരുന്ന ഓരോ സ്വഭാവങ്ങളുടെ മേൽ എൻ്റെ പ്രൈവറ്റ് ലൈഫിൽ എനിക്ക് ജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോലിയാത്ത് ഒരു വിഷയമേ അല്ല. Amen. I am just mentioning from my own personal life. I can speak a lot of things on this pulpit, but how is my personal life? How am I trusting and how am I relying on God? If I am relying on God's strength, then I can win publicly. പ്രിയപ്പെട്ടവരെ, അടുത്ത പാഠം. Next lesson. ഫെലിസ്ത്യൻ വന്ന് വെല്ലുവിളിച്ചത്, ഞാൻ ഫെലിസ്ത്യൻ, നിങ്ങൾ ശൗലിന്റെ ചേവകർ. ഇതായിരുന്നു യുദ്ധം, റൈറ്റ്?
Philistine was actually saying that I am a Philistine and you guys are the servants of Saul. പക്ഷേ ദാവീദ് വന്നപ്പം യുദ്ധത്തിന്റെ നേച്ചർ മാറി. When David came, the nature of the battle changed. ഇപ്പൊ ഫെലിസ്തീനും ശൗലിന്റെ ചേവകരും അല്ല യുദ്ധം. ഇപ്പൊ യുദ്ധം ആരാന്നറിയാമോ? ഇപ്പോൾ ഇവിടെ യുദ്ധം നടക്കുന്നത് David realized is a battle between two gods, the God of Israel and the goddess of Philistine. Amen. After this, when David came into picture, he realized that this is not a battle between Saul and his servants and Philistine, but this is a battle between two gods, Philistine God and the living Israelite God. He recognized the real nature of the war. Amen. Hallelujah. അതുകൊണ്ട് ദൈവസഭ ചെറിയ ക്രൈസിസിലൂടെ പോകുമ്പോഴും ഓർത്തോണം, അത് ഇറ്റ് ഈസ് നോട്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ബ്രദർ. It is between the God of this world and the God of the Bible. Amen. ആ ഒരു ബോധ്യം ദൈവമക്കളുടെ അകത്തുണ്ടായിരിക്കണം. ഒരു ചെറിയ കാര്യം നമ്മുടെ അകത്തുനിന്ന് എഴുന്നേൽക്കുമ്പോഴേ ഓർത്തോണം, അത് നമ്മുടെ കർത്താവും ഈ രാജ്യത്തിനെതിരെ നിൽക്കുന്ന അന്ധകാരവും തമ്മിലുള്ള പോരാട്ടമാണ്. We have to recognize that the true nature between the battle. Amen. Hallelujah. Whenever there is a battle or an issue arise, we need to think that this is not a battle between that brother or sister, but we need to realize that this is a battle between the worldly God or the flesh and the spirit. പ്രിയപ്പെട്ടവരെ, യുദ്ധം ജയിക്കുന്നതേ ആയുധം കൊണ്ടല്ല, യുദ്ധം ജയിക്കുന്ന അറിവ് കൊണ്ടല്ല. ദൈവം എല്ലാ കാലത്തും കമ്മിറ്റഡ് ആയിട്ടുള്ള, മുന്നോട്ട് വരാൻ ആ സമർപ്പണമുള്ള, പ്രൈവറ്റിൽ ദൈവത്തെ അറിയാവുന്ന കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളെ അന്വേഷിക്കുകയാണ്. എസെക്കിയേലിൽ ഒരു വാക്യമുണ്ട്, I sought for a men. Amen. Battle is not always won by strategies or by mighty weapons, but battle is always won by God. ഇന്നും കർത്താവ് നോക്കുന്നത് വാൾ ഉപയോഗിക്കാൻ അറിയാവുന്നവനെ അല്ല. Amen. സ്തോത്രം. Amen. Now also God is not looking those who are skilled. കഴിവുള്ളവനെയോ കുടുംബക്കാരനെയോ ഒന്നുമല്ല കർത്താവ് നോക്കുന്നത്. കമ്മിറ്റഡ് ആയിട്ട് എന്റെ ദൈവത്തിന്റെ നാമം ഡിസ്പ്ലേസ് ചെയ്യാൻ പാടില്ല എന്ന ദൃഢനിശ്ചയമുള്ളവനെയാണ് കർത്താവ് നോക്കുന്നത്. God is not always looking after a talented or a gifted person, but God is always looking for a committed person. Praise the Lord. Hallelujah. നിങ്ങൾ ഈ ഗോലിയാത്തിന്റെ ഡ്രസ്സിന്റെ വർണ്ണനയാണല്ലോ 3-8, 3-7. We can see verses 4 through 7. We can see the description of the giant Goliath's army. അദ്ദേഹത്തിന്റെ ഡ്രസ്സിങ്ങും ഇങ്ങനെ പറയാം, അദ്ദേഹത്തിന്റെ ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സാണല്ലോ. And his dress and his outward appearance was described in 3 verses. ആ ഭാഗം വായിച്ചാൽ ഈ മനുഷ്യനെ അല്ലെങ്കിൽ ഈ ഗോലിയാത്തിന് എവിടെയെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഉള്ളതായിട്ട് തോന്നുമോ? ഞാൻ കണ്ടിട്ടില്ല. When we read those verses, we can see there was not even a single space left behind as a weak point. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം, ശത്രുവിന് എല്ലായിടത്തും ഒരു വീക്ക് പോയിന്റ് ഉണ്ട്. Amen. I would മനസ്സിലാവുന്നോ? അത് നമുക്ക് കാണാൻ പറ്റിയല്ല. Hallelujah. പക്ഷേ ഒരു ഭക്തൻ പറഞ്ഞ വാചകം, ആ വാക്യത്തിലെ വാക്യം ഇങ്ങനെയാണ്, a stick and a stone and a sing plus God is victory. Amen. Hallelujah. Always enemy has a weak spot. നമ്മുടെ കർത്താവിനോട് ചേർന്ന് നിന്നാൽ നമുക്കും ആ വീക്ക് പോയിന്റ് കാണാനായിട്ട് കഴിയും. ദൈവസഭ ആത്മീയ കണ്ണ് പ്രകാശിക്കുന്നവരായി കർത്താവിനോട് ചേർന്ന് നിന്നാലേ യഥാർത്ഥ യുദ്ധം അതിന്റെ നേച്ചർ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. Amen. In order to win the battle or in order to understand the weakness of Satan, we need to have an enlightenment in our inner eyes. There is always a weak point for the enemy, which God alone know that. Amen. Hallelujah. ഇതിനാണ് പോൾ പ്രാർത്ഥിച്ചത്, ഹൃദയദൃഷ്ടി എന്നാൽ മാത്രമേ ഇതിന്റെ ട്രൂ നേച്ചർ നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ. Paul prayed to the church that they enlightened their inner eyes so that we can see clearly the strategies of our enemies. അതുകൊണ്ട് ദാവീദ് പറയാ, ഒത്തിരി കാര്യമുണ്ട്. ഇങ്ങനെ അങ്ങ് പറഞ്ഞ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് 5 മിനിറ്റ് നിർത്താം. ശ്രദ്ധിച്ചേ, ദാവീദ് പറയാ, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് എന്നെ എന്ത് ചെയ്തു? നടത്തി. ഇന്നും അവൻ നടത്തുമെന്ന് പറയാൻ വേണ്ടിയാണ് സിംഹത്തെ കൊന്ന കാര്യവും കരടിയെ കൊന്ന കാര്യവും എന്ത് ചെയ്തത്. കാര്യം അന്നെന്നെ നടത്തിയവൻ ഇന്നും ഇവിടാണ് നമുക്ക് പരാജയം. അതൊക്കെ അന്ന് നടത്തി, പക്ഷെ എൻ്റെ ബ്രദറെ ഇന്ന് എന്ത് ചെയ്യല.
ഒരു വാക്യം യോബിനകത്തുണ്ട്, 6 കഷ്ടങ്ങളിൽ നിന്ന് യഹോവ എന്നെ വിടുവിച്ചു, 7ാമത്തെ നിന്നെ എന്ത് ചെയ്യലെന്ന. അതിന്റെ ഒറിജിനൽ കുറച്ചുകൂടെ ക്ലിയർ ട്രാൻസ്ലേഷൻ എങ്ങനെയാണെന്ന് അറിയാമോ? 6 ദിവസത്തെ കഷ്ടങ്ങളിൽ നിന്ന് യഹോവ നിന്നെ വിടുവിച്ചു, 7ാം ദിവസം അവൻ നിന്നെ സൂക്ഷിക്കുന്നു. Hallelujah. Here we can see David was giving a testimony what God has done in his past, and he was giving a strengthening statement that God who saved me in the past will save me currently too. Amen. Amen. Hallelujah. Stotram, stotram, stotram. Hallelujah. എൻ്റെ പ്രസംഗം എങ്ങും ആയില്ല. Hallelujah. ഒരു Praise you, Jesus. അതിനകത്തൊരു 5-6 പാഠം ഞാനത് പറയാം, നമുക്ക് അനുഗ്രഹമാകാൻ വേണ്ടി. Amen. ദാവീദിന്റെ യുദ്ധ സ്ട്രാറ്റജി എന്നായിരുന്നു അറിയാമോ? Do you know what is the strategy of David's battle? ഒന്നാമത്തേത്, he recalled the past victory. Amen. He remembered or recalled his past victory from God. Second, he confirmed his right perspective. എന്താണെന്നറിയാമോ? ഇസ്രായേലിൽ ഇങ്ങനൊരു ദൈവം ഉണ്ടെന്ന് ഭൂമി മുഴുവൻ അറിയും. And second thing is he confirmed his right perspective towards God. മൂന്നാമത്തേത്, he rejected the words of discouragement. And the third thing is he rejected the words of discouragement. Fourth, he recognized the true nature of the battle between two gods. Amen. Praise the Lord. Hallelujah. ഏറ്റവും അവസാനത്തേത്, he rely on the power of the Lord. Amen. Stotram. ഇതിനകത്ത് ഒരു പ്രയോഗം കൂടെ ഉണ്ട്. നിങ്ങൾ അധ്യായം നിർത്തേ. We can see in this chapter another phrase. ഇവിടെ തൻ്റെ സഹോദരന്മാർ പറഞ്ഞത് എന്നാണെന്നറിയാമോ? ഉത്തരവാദിത്തം ഇല്ലാത്തവൻ, ഇറസ്പോൺസിബിൾ എന്നാണ് ദാവീദിനെ വിളിച്ചത്. David was mentioned by his own brothers as a person who is very irresponsible. ശൗല് പറഞ്ഞത് എന്നാണെന്നറിയാമോ? നിനക്കറിയില്ല, യു ആർ ഇൻഎഫിഷ്യന്റ് എന്നാണ് വിളിച്ചത്. Saul was saying that you are an inexperienced, inefficient boy. ഗോലിയാത്ത് തന്നെ പറഞ്ഞെന്നറിയാമോ? യു ആർ ഇൻസഫിഷ്യന്റ് എന്നാണ് വിളിച്ചത്. Goliath was mentioning about David was you are an insufficient person. പക്ഷേ those who rely on God in private life, Amen. he can rely on God in his public life. Amen. But here we can see those who rely on God in his private life, they can rely on God in their public life. നമ്മളെ പറ്റി ഇറസ്പോൺസിബിൾ ആണെന്നും ഇൻഡെഫിഷ്യൻ്റ് ആണെന്നും ആ കാര്യത്തിന് ഇൻസഫിഷ്യൻ്റ് ആണെന്നും പറഞ്ഞോട്ടെ, നമ്മളാരും ആർമിയാൽ ട്രെയിൻഡ് ആയവരല്ല. വി ആർ ട്രെയിൻഡ് ബൈ ഗോഡ്. Amen. Though people may reject us by stating insufficient, inefficient, irresponsible, but still our God is strong. നിങ്ങളതിന് 22ാമത്തെ വാക്യത്തിൽ ഡേവിഡ് റൺ എന്നൊരു വാക്കുണ്ട്. ദാവീദ് ഓടിച്ചെന്ന്. In verse 22 we can see David was running to the battle line. to that battle line. രണ്ടാമതൊരു ഓട്ടം കൂടെ ഉണ്ട്. Again we can see David was running. അതിന്റെ 48ാമത്തെ വാക്യം, he run for his heavenly father. Amen. He was running for the heavenly Father. കണ്ടോ നിങ്ങൾ 48ാമത്തെ വാക്യം? In the verse 48. വീണ്ടും താഴോട്ട് വായിക്കുമ്പം ഓടിച്ചെന്ന് അവന്റെ ദേഹത്ത് കയറിയിരുന്നു എന്നാണ് വായിക്കുന്നത്. ആ 3 ഓട്ടത്തെ പറ്റി നമുക്ക് അവിടെ കാണാം. David ran in verse 51 towards Goliath and stood over the Philistine. Praise the Lord. Amen. എന്നിട്ട് അപ്പൻ ദാവീദിനെ പറഞ്ഞു വിട്ടത് എന്നാണെന്ന് അറിയാമോ? വിശേഷം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു വിട്ടത് അല്ലേ? Father Jesse sent David to collect their matters from the brothers. എന്താ വീട്ടിലേക്ക് കൊണ്ടുപോയ വിശേഷം എന്നറിയാമോ? വാൾ. അപ്പ കൂടാരത്തിലേക്ക് വാൾ കൊണ്ടുപോയി ജെറുസലേമിലേക്ക് എന്ത് ചെയ്തു? Amen. ഒരു ഭക്തൻ അതിനെ വ്യാഖ്യാനിച്ചത്, Hallelujah. ദൈവത്തിന് അർപ്പണമായി ശത്രുവിന്റെ വിജയവുമായി ഒരുവൻ യെരൂശലേമിലേക്ക്, അപ്പന് സന്തോഷമായി ശത്രുവിന്റെ വാളുമായി കൂടാരത്തിലേക്ക്. Hallelujah. He was sent to brothers to know the whereabouts of his brothers, but that son was bringing back a victorious sword to his father. ചില കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിച്ചോട്ടെ. Hallelujah. എനിക്കത് ഹാഫ് പാർട്ട് പോലും ആയില്ല, ഞാൻ ഇടയ്ക്ക് വന്ന പല കാര്യങ്ങളും പറഞ്ഞേ. Stotram, stotram. ഗോലിയാത്ത് ശപിക്കുന്നുണ്ട് ദാവീദിനെ. Amen. ഒരു ശാപവും ഇസ്രായേലിന് ഏക്കയില്ല. Goliath എല്ലാവരും ഓർത്തോണം, was കർത്താവുമായിട്ട് ബന്ധമില്ലാത്തവൻ നമ്മളെ ശപിച്ചാൽ Amen. ഒന്നും നടക്കില്ല. Amen. ശാപം ആർക്കേറ്റെന്നറിയാവോ? ഗോലിയാത്തിന് തന്നെയാണ് ഏറ്റത്. Amen. Amen. പക്ഷെ സമയം എടുത്ത് 40 ദിവസം കഴിഞ്ഞെന്നേ ഉള്ളൂ. Stotram, stotram. റൈറ്റ് പെർസ്പെക്റ്റീവ് അബൌട്ട് ഗോഡ്, Amen. റൈറ്റ് പെർസ്പെക്റ്റീവ് അബൌട്ട് എനിമി, റൈറ്റ് പെർസ്പെക്റ്റീവ് അബൌട്ട്
ഹിംസെൽഫ്. Amen. ഈ 3 കാര്യം മനസ്സിലായാൽ we can victoriously handle battles in our life. Amen. We need to have perspective about God, perspective about our enemy, and also perspective about us. If we truly realize these perspectives, then we will win the victory. We can have victories over all of our battles in our life. ജോനാഥൻ എഡ്വേർഡ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ വായിച്ച് നിർത്തുന്നു. 1, നമ്മളെല്ലാവരും അവന്റെ മഹത്വത്തിനായിട്ട് ജീവിക്കണം. Amen. സെക്കൻഡ് റെസൊല്യൂഷൻ, Amen. whether others or not, I will live for the glory of God. I would like to mention one more time what Jonathan Edwards wrote in his resolution. I will live to the glory of God, no matter whether others do or not, but I will live. സന്തോഷത്തോടെ സ്വത്രം പറയാമോ? Praise the Lord. Can you please all stand up?